നീ എത്ര ദൂരത്തേക്ക് പോയാലും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അവനെ. രക്ഷപ്പെടില്ല. മൈ ഗോഡ്, എന്റെ കാറിലെ പെണ്ണോ? ആരായിരിക്കും ഇത്? അവനി, അവനി ഇതെങ്ങനെ എന്റെ കാറിലേക്ക് എത്തി? അതെ അവനി, അവനി. അവനി മാഡം, അതെ അവനി, അവനി ഒന്ന് എഴുന്നേക്ക്. നിങ്ങള് ഇത് ഞാനാ, ശ്രീകരാ. വരൂ, ഇറങ്ങൂ. നമ്മളിപ്പോ എവിടെയാ? ചെന്നൈയിലാണ്. ചെന്നൈയോ? അതെല്ലോ. ഞാനൊരു കമ്പനി മീറ്റിങ്ങിന് വന്നതായിരുന്നു. ലഗേജ് എടുക്കാൻ വേണ്ടി ഡോർ തുറന്നപ്പോ തന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ടു. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതുപോട്ടെ, താൻ എന്റെ കാറിൽ എങ്ങനെ എത്തിയേ? ഒന്ന് പറ അവനി, താൻ എന്റെ കാറിൽ എപ്പോഴാ കയറിയേ? രാത്രിയിൽ അവിടെ വെച്ച് മിനിസ്റ്ററിന്റെ മകൻ സുരേന്ദ്രന്റെ ആളുകൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു.
ആൺകുട്ടികളെ പോലെ ഞങ്ങൾ ഇത്രയിട്ട് ഓടിച്ചിട്ട് അവസാനം നീ കൈ പെട്ടു. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇനി സംസാരിക്കുന്ന എന്തിനാ? പിടിച്ചവളെ വണ്ടി കയറ്റാൻ നോക്ക്. പിടിക്കുക. ഏയ് ഡീ അകത്തുണ്ടാവോ? ഇല്ലടാ. അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. അവിടെ വെച്ച് അൺകോൺഷ്യസ് ആയി പോയി. എനിക്ക് അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല. അവരെന്നെ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. അവരുടെ കണ്ണിപ്പെടാത്ത ദൂരത്ത് പോയി എനിക്ക് രക്ഷപ്പെടണം. നിങ്ങളെ കാരണം എനിക്കുണ്ടായ എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയാം. ഇനി ഞാൻ ഇവിടുന്ന് പോവാൻ നോക്കട്ടെ. ഒന്ന് നിക്ക്. താൻ എവിടേക്ക് പോവാ? അറിയാത്ത നാടും പരിചയമില്ലാത്ത ആൾക്കാരുവാ. ഈ അവസ്ഥയിൽ താൻ ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സേഫ് അല്ല. അതല്ല ശ്രീധർ, അവര് ഇവിടുന്ന് ഇയാളെ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വരില്ല. ആരെങ്കിലും വന്നാലും ഞാൻ എപ്പോഴും തന്റെ കൂടെ ഇവിടെ ഇല്ലേ. ആദ്യം താൻ റിലാക്സ് ചെയ്യേ. സത്യത്തിൽ ഇതൊക്കെ നടക്കാനുള്ള കാരണം എന്റെ ആദ്യം തന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഹോട്ടലില. എന്റെ കൂടെ വന്നോളൂ. അതുകൊണ്ടല്ല, തന്റെ നല്ലതന്നെ ഞാൻ പറയുന്നേ. ദയവേത് ഒന്ന് അകത്തേക്ക് വാ. വന്നോളൂ. നടക്ക. വരൂ. വന്നോളൂ.
ശരി സർ. ഓക്കെ സർ. സെന്തിൽ, சொல்லுங்க மேம். முருகன் சார் கூப்பிடுறாரு. சரி மேம். Tell me sir. I'm Srikar, digital marketing team leader, coming from Ernakulam. ஓ, நீங்களா? உங்க பேர்ல சூட் ஆல்ரெடி புக் ஆயிருக்கு சார். ரூம் நம்பர் 211. Sir, please take the card. Thank you. Welcome. Avani, വരൂ. Excuse me sir. இவங்க யாரு சார்? இந்த மேடம் யாருன்னு சொல்லுங்க சார். நீங்க என்ன யோசிக்கிறீங்க சார்? சொல்லுங்க சார். എൻ്റെ പേരിൽ മാത്രം റൂം ബുക്ക് ചെയ്തത്. ബട്ട് ഇപ്പൊ എനിക്ക് വേറൊരു റൂം കൂടെ വേണം. சாரி சார், நோ வேகன்சி. 4 ரூம்ஸ் இருந்தது. ஹாஃப் அன் அவர் முன்னாடி ஒரு கல்யாண பார்ட்டி வந்து ரூம்ஸ் எல்லாமே புக் பண்ணிட்டாரு சார். Can you please check once again? இல்லையே சார். Okay. No issues. We'll adjust in one room. அது சரி, மேடம் யாருன்னு சொல்லவே இல்லை. ഇവളെന്റെ ഷീസ് ആവനി. ரிலேஷன் என்ன? ഷീസ് മൈ കൊളീഗ്. കമ്പനി വർക്കിന് വന്നതാ. அப்படியா? நீங்க ம் கிளம்புங்க சார். ரூம் போய் நான் அனுப்புறேன். താങ്ക് യു. வெல்கம். അവനി വരൂ. അവനി വേഗം വാ. Excuse me, sir. ഇറ്റ്സ് ഓക്കെ. Okay, sir. പ്ലീസ്. അവനി മാഡം, ഫ്രണ്ടാണെന്ന് പറഞ്ഞ തന്നെ പറ്റി അവരെന്തെങ്കിലും ചിന്തിച്ചാലോ എന്ന് വെച്ചാ ഞാൻ അങ്ങനെ പറഞ്ഞതേ. തന്നെ കുറിച്ച് തെറ്റായി ആരും ചിന്തിക്കരുത്. തനിക്കൊരു പ്രശ്നം വരാൻ പാടില്ല. വന്നോളൂ അവനി, വരൂ. വന്നോളൂ, ഇരിക്കൂ. കുടിച്ചോളൂ. ആ, ഇങ്ങ് തന്നോളൂ. സുരേന്ദ്രന്റെ ഫ്രണ്ട്സ് ചെയ്ത് ആലോചിച്ചിട്ട് എന്റെ രക്തം തിളച്ചുകൊണ്ടിരിക്കുക.
ഈ സംഭവിച്ചതിൻ്റെയൊക്കെ കാരണം ആരോ ആണെന്ന് താൻ മുമ്പ് പറയാൻ വന്നിരുന്നില്ലേ? അതും ഈ സുരേന്ദ്രൻ തന്നെയല്ലേ? അവനാണ്. അവനെ സഹായിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് ചേച്ചിയുടെ ഭർത്താവ്. വാട്ട്? അതെ ശ്രീ, സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് ചേച്ചി അത്രയ്ക്ക് നിർബന്ധിച്ചത് കാരണം വീട് വിട്ട് എനിക്ക് പുറത്തേക്ക് വരേണ്ടി വന്നു. എല്ലാ വീടുകളിലും ചേച്ചി അനിയത്തിക്ക് ഒരു കൂടപ്പിറപ്പ് മാത്രം. എന്റെ ചേച്ചി എന്റെ അമ്മയോ. സുരേന്ദ്രൻ എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞേക്ക് മാത്രമല്ല, എന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് പകയിൽ ശപഥം എടുത്തിരിക്കുക. എന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളും ബുദ്ധിമുട്ടിലാവരുത്. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്നെ വിട്ടേക്ക്. ആവണി മേഡം, കരയല്ലേ ഇങ്ങനെ? താൻ കരഞ്ഞ അത് എനിക്കും വിഷമാവില്ലേ? കണ്ണുടച്ചേ, പിടിക്കൂ. വേഗം പോണം വേഗം പോണെന്ന് പറയുന്നില്ലേ? താനിനി എങ്ങോട്ട് പോവാനാ? സത്യത്തിൽ താനിനി എങ്ങോട്ടേക്ക് പോവാനാ?